വിശദമായ വാർത്തയിലേക്കാണ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. സുധാകരൻ കോൺഗ്രസിന്റെ പോരാളിയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും താൽക്കാലിക ചുമതലയായി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നൽകുമെന്ന കെ സുധാകരന് നൽകുമെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെയല്ലേ കൂടിക്കാഴ്ച? തീർച്ചയായും അത്തരത്തിലാണ്. ഇന്ന് രാവിലെയോടെയായിരുന്നു കെ സുധാകരൻ ഡൽഹിയിലെത്തിയത്. നമുക്കറിയാം, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിന്ന സുധാകരനെ അനുനയിപ്പിക്കാനായി അന്ന് തന്നെ KC വേണുഗോപാൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അത് കാരണം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താം, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റായ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി മുൻപോട്ട് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പല ചുമതലകളും കൈമാറുമെന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇന്ന് അടിയന്തരമായി തന്നെ കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും അല്പസമയം മുമ്പ് ഖാർഗെയുടെ വസതിയിൽ കെ സുധാകരൻ, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കെ സുധാകരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ വന്ന വാർത്തകളായിരുന്നു അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രമാണിച്ച് താൽക്കാലിക ചുമതല നൽകുമെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി തൻ്റെ എക്സിലാണ് ഇത്തരം വിവരങ്ങൾ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പമുള്ള കെ സുധാകരനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന രീതിയിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ കരുത്തനായ പോരാളിയാണ് കെ സുധാകരൻ എന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി 100-ലധികം സീറ്റുകൾ കേരളത്തിൽ വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഐക്യത്തിനുള്ള സന്ദേശം കൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രവൃത്തിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരാഴ്ച മുമ്പ് നാം കണ്ടതാണ്, കെ സുധാകരനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളായിരുന്നു രൂക്ഷമായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന നേതൃത്വം അതിനെതിരായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. അതിനെ അനുനയിപ്പിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിലെല്ലാം ഇപ്പോൾ സജീവമായ രംഗത്തുണ്ടെങ്കിലും കണ്ണൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം വിട്ടുനിൽക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ നീക്കങ്ങൾ വിജയിച്ചു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്തായാലും ഒരു ഐക്യത്തിനുള്ള ഒരു സന്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധി എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്.